നമുക്ക് ഹീൽ ചെയ്തിട്ട് ഒരാളുടെ ചിന്തകളെ വരെ മാറ്റാൻ പറ്റും. ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ ഇന്നും അറിയില്ല അവരുടെ ലൈഫിൽ എന്താ സംഭവം. അതായത് ഞാൻ 3 ദിവസം ഹീൽ ചെയ്തിട്ട് അവരുടെ മൈൻഡ് മാറി അവർ ആ കേസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇത് കേട്ടാ മറ്റേ വേടനൊക്കെ വരും. പിണറായി വിജയൻ ഒന്ന് ഹീൽ ചെയ്യാമോ എന്ന് ചോദിക്കും. തീർച്ചയായും ചെയ്യാലോ. അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഇവിടുന്ന് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ പറ്റും. ചെയ്യാം. ഇപ്പൊ രോഹിത് ഒരാളെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചാൽ അയാളെ കാണാനും അയാളുടെ ഫോൺ കോൾ വരാനും മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ ഞാൻ വേടൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും. മണി റേക്കിയിലൂടെ എങ്ങനെ പണം സമ്പാദിക്കും. ഈ പുള്ളിക്കാരി ഇപ്പൊ കോടീശ്വരി ആവണമല്ലോ, 1. 2, അത് ഹീൽ ചെയ്യുന്ന ആൾക്ക് കൺസൾട്ടിങ് ഫീസും കിട്ടും. അല്ലാതെ ഇത് കൊടുക്കുന്നവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ കോടീശ്വരി ആയോ എന്നുള്ളത്. ഫണ്ട് ഇല്ലെങ്കിലും ഫണ്ട് വരുത്താം. പണിയെടുക്കാത്ത ഒരാളാണെങ്കിലോ എല്ലാം എനർജിയാണ്. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ബോഡി പോലും സത്യം പറഞ്ഞാൽ അത് ഇല്യൂഷനാണ്. അവിടെ ഒരു എനർജിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാണനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, പക്ഷെ സെൻസ് ചെയ്യുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമുക്ക് റേക്കി കൊടുത്ത ഒരാളെ നല്ല സൂപ്പറായിട്ട് ഉറക്കാൻ പറ്റും. ധനാകർഷണ യന്ത്രം, ചക്രങ്ങൾ, ഇതൊക്കെ നമ്മൾ വാങ്ങി മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് തേർഡ് ഐയിലൂടെ ഹീലിംഗ് കൊടുക്കാം. തേർഡ് ഐയിലൂടെ ഹീലിംഗ് കൊടുക്കുന്ന സമയത്തും ഈ നോർമൽ റേക്കി ഹീലിംഗും മണി റേക്കിയും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കൊരു സ്പെഷ്യൽ സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിന്റെ പ്രത്യേകത പറഞ്ഞ സിമ്പിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. സിമ്പിൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ശ്രുതി സീതാരാം. നേരത്തെ അബാക് മീഡിയയിൽ വന്നു പോയതാണ്, ഒന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കാണുവാണ്. താങ്ക് യു. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ റേക്കിയുടെ സാധ്യതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ എനിക്കിപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത് മണി റേക്കിയിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം? അതിന്റെ സാധ്യതകളാണ് ആദ്യം പറയേണ്ടത്. ഈ സാധ്യതകൾ പറയുന്നതിന് മുമ്പിട്ട് അതിൽ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ്? ഒന്ന്, അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരി ഇപ്പൊ കോടീശ്വരി ആവണമല്ലോ, 1. 2, മണി റേക്കി പഠിച്ചാൽ റേക്കി പഠിപ്പിക്കുന്ന ആൾക്ക് ഫീസും കിട്ടും, അത് ഹീൽ ചെയ്യുന്ന ആൾക്ക് കൺസൾട്ടിങ് ഫീസും കിട്ടും. അല്ലാതെ ഇത് കൊടുക്കുന്നവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. വന്ന 2 കമന്റ് നെഗറ്റീവ് കമന്റുകൾ. കൊടുക്കുന്നവർക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനാണ് അതായത് ഹീലിംഗ് സ്വീകരിക്കുന്ന ആൾക്ക് പണം കൊടുക്കുന്ന ആൾക്ക് ഗുണമില്ല. അപ്പൊ ഈ 2 കമന്റുകളെ അടിസ്ഥാനപ്പെടുത്തി നെഗറ്റീവായിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ കോടീശ്വരി ആയോ എന്നുള്ളത്. കോടീശ്വരി ആയിട്ടില്ലെങ്കിൽ ഒരു ലക്ഷപ്രഭു എന്ന് വേണമെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും. ഓക്കെ. കാരണം എൻ്റെ ഒരു ഗ്രോത്ത് അങ്ങനെ ആയിരുന്നു. ഞാൻ റേക്കി പഠിച്ച് അതിന് ശേഷമാണ് മണി റേക്കിയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടും ഞാൻ വിനോദ് സാറിനാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വന്നതിന് ശേഷം തന്നെ ഫാസ്റ്റാണ് എൻ്റെ ഗ്രോത്ത്. കാരണം മണി റേക്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള മണി റിലേറ്റഡ് ആയിട്ടുള്ള കർമാസ് നമ്മൾ ക്ലിയർ ചെയ്യും. ഈവൻ ദീക്ഷയുടെ സമയത്താണെങ്കിലും നമ്മൾ ഡെയിലി സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോഴാണ് അതിന് തക്കതായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് മണി റേക്കിൽ. നമ്മുടെ റേക്കിലുള്ളത് പോലെ തന്നെ മണി റേക്കിലും സിമ്പിൾസ് ഉണ്ട്. 8 സിമ്പിൾസ് ഉണ്ട്, 3 ലെവൽസും ഉണ്ട്. അപ്പോൾ പലർക്കും അറിയാത്തത് എങ്ങനെയാണ് ഈ ഗ്രോത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പൈസ, പണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് 3 ലെവൽസ് ഉണ്ട്. അതായത് പേഴ്സണൽ മണി ഗ്രോത്ത് വരണം, ട്രൈബൽ മണി ഗ്രോത്ത് വരണം, സ്പിരിച്വൽ മണി ഗ്രോത്ത് വരണം. ഇത് 3ആണ് നമ്മൾ മണി റേക്കിൽ കൊടുക്കുന്നത്. ഓക്കെ. ഈ പേഴ്സണൽ മണി എനർജി എന്ന് പറയുന്നത് എല്ലാവരിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ എടുക്കാം, 3 പേരോ 4 പേരോ പോയിട്ട് 2 പേര് തന്നെ എടുത്താലും 2 പേരുടെയും സാമ്പത്തിക തലം ഒരുപോലെയാണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരേ അച്ഛനമ്മമാർ വളർത്തിയല്ലേ, ഒരേ കുടുംബ പശ്ചാത്തലമല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നു? കാരണം ഓരോരുത്തരുടെയും സോൾ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും എനർജി ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും കഴിവുകൾ ഡിഫറെൻ്റ് ആണ്, കർമ്മ ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കർമ്മയും ഡിഫറെൻ്റ് ആണ്. സോ അതനുസരിച്ചിട്ട് ആ പേഴ്സണൽ മണി എനർജിയെ നമുക്ക് മണി റേക്കി എന്ന് പറയുന്ന എനർജി വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ട്രൈബൽ മണി എനർജി ഉണ്ട്. അതായത് സ്ഥലം ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു സാമ്പത്തിക തലമാണോ നമ്മുടെ വയനാട്ടിലുള്ളത്? രണ്ടും ഇന്ത്യയിലുള്ള സ്ഥലമാണ്. വ്യത്യാസമുണ്ട്. അതിനെയും നമുക്ക് ഹയറാക്കാൻ പറ്റും. അതായത് ഒരു വ്യക്തിയിൽ മാത്രമല്ല മണിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഭൂമിയിൽ കൊടുക്കാം, വാഹനത്തിൽ കൊടുക്കാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സിൽ കൊടുക്കാം. അതായത് ആ എനർജി അട്രാക്റ്റ് ചെയ്യും, സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യും. സോ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എന്നിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന് മാറ്റം എന്നെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ധനാകർഷണ യന്ത്രം
ഉദാഹരണം പറയാണ്, ചക്രങ്ങൾ, ഇതൊക്കെ നമ്മൾ വാങ്ങി വീട്ടിൽ വെച്ച് പൂജിച്ച് അതിൻ്റെതായ രീതിയിലൊക്കെ നോക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇത് ഫിസിക്കലി കാണാനൊന്നും ഇല്ലാത്തതാണ്. താങ്കൾ പറയുന്നു, അല്ലെങ്കിൽ ഈ ഹീൽ ചെയ്യുന്നവർ പറയാണ്, ഞാൻ റേക്കി ചെയ്തു, റേക്കിയുടെ പവർ അവിടെ ഉണ്ട്, റേക്കി എനർജി അവിടെ ഉണ്ട് എന്ന് പറയാണ്. അതെങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒന്നിനെ നമുക്ക് അത്ര കോൺഫിഡൻറ്റോടെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഉണ്ടെന്നോ? ഞാനൊരു കാര്യം, ഒറ്റ കാര്യം ഞാൻ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? എനർജി ഉണ്ടല്ലോ, എനർജി ഉണ്ട്. കാരണം എല്ലാം എനർജിയാണ്. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ബോഡി പോലും സത്യം പറഞ്ഞാൽ അത് ഇല്യൂഷനാണ്. അവിടെ ഒരു എനർജിയാണ്. കാരണം മറ്റ് ജീവികൾ കാണുന്നത് മനുഷ്യർ കാണുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബോഡി ഇല്യൂഷനാണ്. നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കില്ല ഒരു പട്ടിയും പശുവും എന്നെ കാണുന്നത് നിങ്ങളെ കാണുന്നത്. അത് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഓറയെ പല രീതിയിലാണ്, ഫിസിക്കൽ ബോഡിയിലുള്ള തന്നെ കളർ ചേഞ്ചോട് കൂടിയിട്ടാണ് മറ്റു പക്ഷി മൃഗാദികൾ കാണുന്നത്. നമ്മൾ മനുഷ്യർ കാണുന്ന പോലെ അല്ല. അതായത് നമ്മൾ കാണുന്ന കാഴ്ചയിൽ അത് ആ എനർജിയിലുള്ള വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പം അതനുസരിച്ചിട്ട് ചേഞ്ചസ് വരും. എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പലരും ഈവൻ എൻ്റെ സീതാരാമൻ ചാനലിൽ വന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആ എനർജി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എനർജി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാണനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, പക്ഷെ സെൻസ് ചെയ്യുന്നുണ്ടോ രോഹിത്? ഉറപ്പായിട്ടും. എങ്ങനെ സെൻസ് ചെയ്യുന്നു? നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പ്രാണനുണ്ട്. അതേപോലെ റേക്കി ആണെങ്കിലും മണി റേക്കി ആണെങ്കിലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ കൈവച്ചിട്ട് ഹീലിംഗ്, ഈവൻ നമ്മൾ കൈ വെക്കാണ്ട് നമുക്ക് തേർഡ് ഐയിലൂടെ ഹീലിംഗ് കൊടുക്കാം. തേർഡ് ഐയിലൂടെ ഹീലിംഗ് കൊടുക്കുന്ന സമയത്തും അവരിൽ ആ സെൻസേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ചെറിയൊരു വൈബ്രേഷൻ പോലെ, ചില ആൾക്ക് ചൂട് അനുഭവപ്പെടും, ചില ആളുകൾ ഷിവറിങ് വരെ അനുഭവപ്പെടും. അത് സെൻസിങ് കപ്പാസിറ്റി പോലെ ഇരിക്കും. ഡിസ്റ്റൻസ് ഹീലിംഗിലും ഇത് ആപ്ലിക്കബിൾ ആണ്. എന്റെ എല്ലാ ഹീലിംഗും ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഡയറക്റ്റ് ഹീലിംഗ് എടുക്കുന്ന വളരെ കുറവാണ്. ഈ നോർമൽ റേക്കി ഹീലിംഗും മണി ഹീലിംഗും മണി റേക്കിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് സമ്പത്തിനെ മാത്രം ബേസ് ചെയ്യുന്നതാണ്. മണി എന്ന് പറയുന്നത് സമ്പത്തിനെ മാത്രം. സമ്പത്ത് എന്ന് പറയുമ്പോൾ വ്യക്തികളിൽ കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ കൊടുക്കാം. അതായത് നമ്മുടെ ഐശ്വര്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് മണി റേക്ക് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു വാഹനം രോഹിത് ബുക്ക് ചെയ്യാണ്, പെട്ടെന്ന് അത് കിട്ടണില്ല, നിങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ട്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ, അതിന് നമുക്ക് മണി റേക്ക് വെച്ചിട്ട് ഫാസ്റ്റാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഐശ്വര്യത്തിനൊരു ബ്ലോക്കാണ്. ആണോ അല്ലയോ? നിങ്ങളുടെ ഉള്ളിലെ, അതായത് ആ ഐശ്വര്യം, അത് ഐശ്വര്യമാണ്. അല്ല, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും വാഹനം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമായിരിക്കില്ലേ? ഇപ്പൊ ഞാൻ വണ്ടി വാങ്ങുന്നത് മാരുതിയുടെ ഒരു ഷോറൂമിൽ നിന്ന് അതാണ് പറഞ്ഞത്. അവിടെ ആ എനർജി വെച്ച് നമുക്കത് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ വീട് പണി, നിങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ട്, തൊഴിലാളികളുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ഫണ്ടില്ലെങ്കിലും ഫണ്ട് വരുത്താം. പണിയെടുക്കാത്ത ഒരാളാണെങ്കിലോ? അവിടെയാണ് കാര്യം വരുന്നത്. അതായത് എന്ത് കാര്യത്തിലും നമുക്ക് ആക്ഷൻ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ചില സ്ത്രീകൾ, അമ്മമാർ എന്നെ വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണ്, ചേട്ടന്മാർ ഇപ്പോൾ സാധാരണ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് എനർജി തരാം, പക്ഷെ അവിടെ നമ്മുടെ ഒരു ആക്ഷൻ വേണം. പിന്നെ വെച്ചാൽ നമുക്ക് മണി ബ്ലോക്ക് റിലീസ് ചെയ്തിട്ട്, ഇപ്പം ചില ആൾ പറയില്ല, നമുക്ക് പാരമ്പര്യമായിട്ട് ഇത്രയും സ്വത്തുണ്ട്, പക്ഷെ അനുഭവിക്കാൻ നമുക്ക് പറ്റണില്ല. അനുഭവം ഒരു യോഗമാണ്, അല്ലേ? നമുക്കിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ റൂട്ട് ചക്രയിലൊരു ബ്ലോക്കാണ് നമുക്ക് അനുഭവ യോഗം ഇല്ലാത്തത്. മനസ്സിലായി? നമ്മുടെ ബേസിക് നീഡ്സ് എല്ലാം തന്നെ നമുക്ക് അനുഭവിക്കണം, അതിനുള്ള യോഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ചക്രയിലൊരു എനർജി ഉണ്ട്. ഇത് നമ്മളങ്ങ് ഓപ്പണായി കൊടുക്കും, ക്ലെൻസ് ചെയ്തിട്ട് ഓപ്പണായി കൊടുത്തിട്ട് ആ ഫ്ലോ അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്ത് അവിടെ അങ്ങ് ബാലൻസ് ചെയ്യും. അപ്പോഴാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ചില ആളുടെ ഒരുപാട് സ്വത്തുകൾ, ഒരുപാട് പറമ്പും തെങ്ങും തോപ്പൊക്കെ ഉണ്ടാവും, അവർ ജോലി ചെയ്യണ്ട, അത്രയും വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, പക്ഷെ അതവിടെ ബ്ലോക്കായി കിടക്കുക. അതിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടേതാണ് ആ പ്രശ്നം. നിങ്ങളുടെ ആ ബ്ലോക്ക് കൊണ്ടാണ് അത് നിങ്ങളിലേക്ക് എത്താത്തത്. എത്ര ദിവസം എടുക്കും ഒരു ഹീലിംഗ് സെഷൻ പൂർത്തിയാക്കാൻ? ഹീലിംഗ് നമുക്ക് മാക്സിമം 21 days ആണ് പറയുക. പക്ഷെ ചില ആളെ നമുക്ക് ഹീൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ കർമ്മ വളരെ കുറവാണ്. നമുക്ക് ക്ലെൻസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് മണി റേക്കിയിൽ തന്നെ. സെക്കൻഡ് ലെവൽ എത്തുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സിമ്പിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, സിമ്പിൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അത് ശരിക്ക് സ്വീകരിക്കുന്ന ആൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ സ്വാഭാവികമായിട്ട് ഈ റേക്കിയെ പറ്റി ആളുകൾ സംസാരിക്കുമ്പം ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മുടെ ബാക്കിൽ തന്നെ വന്നുപോയി. അതിൽ ഞാൻ റേക്കിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻ്റർവ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് റേക്കി മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ വേറെയും ടൂൾസുകളൊക്കെ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. സോ അതിൽ എന്താണ് റേക്കി? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ
ദൈവികമായ ഊർജ്ജമാണ്. ഏറ്റവും സിമ്പിളായിട്ട് വന്നത്. അതായത് ഇവിടെ ഒരു കോസ്മിക് എനർജി ഉണ്ട്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കില്ലേ? ഉണ്ട്. ഓക്കെ. സിമ്പിൾസ് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ ഒരു എനർജി ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ആ എനർജി ഇൻറ്റൻറ്റ് ചെയ്യും നമ്മൾ. മീൻസ് ഇപ്പം ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഉറക്കക്കുറവിൻ്റെ ആൾക്കാരുണ്ട് ഇല്ലേ? ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴത്തെ ജോലി ഭാരം കൊണ്ട് സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്ത് ഈവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതാവാം, അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ആവാം, അതായത് ടെൻഷൻ കൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമുക്ക് റേക്കി കൊടുത്ത ഒരാളെ നല്ല സൂപ്പറായിട്ട് ഉറക്കാൻ പറ്റും. അതിന് പറ്റുന്ന സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾ നമ്മൾ ഇത് സ്വീകരിക്കുന്ന ആള് സ്വീകരിക്കാൻ തയ്യാറാകണ്ടേ മനസ്സുകൊണ്ട്? അവിടെയും രണ്ട് കേസുണ്ട്. സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞു മക്കള്, നമുക്ക് കുഞ്ഞു വാവകളെ വരെ നമുക്ക് ഹീൽ ചെയ്യാം. അതിനറിയില്ലല്ലോ അവിടെ ഹീൽ ചെയ്യണുണ്ടോ ഇല്ലോ. കാരണം എല്ലാ മനുഷ്യരും 99% റിസീവിങ് മോഡിലാണ്. റിസീവിങ് മോഡിലായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിൽ വന്ന മറ്റൊരു കമന്റ് ഞാൻ പറയും, പിണറായി വിജയൻ ഒന്ന് ഹീൽ ചെയ്യാമോ എന്ന് ചോദിക്കും. തീർച്ചയായും ചെയ്യാലോ. അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഇവിടുന്ന് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അല്ല, അത് നെഗറ്റീവായിട്ടല്ല, ആ ഇട്ടാളേതോ ഇത് ചോദിച്ചത് കൊണ്ട് ഞാൻ ആക്ച്വലി ആ കമന്റ് കണ്ടിട്ടില്ല. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്, കുറെ എനിക്ക് നോക്കാം. കേരളത്തിന്റെയും ഇന്ത്യയുടെയും നല്ലതിന് വേണ്ടി പിണറായി വിജയൻ ഒന്ന് ഹീൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് നല്ലതിനാണ്, പോസിറ്റീവായിട്ടാണ് കമന്റ്, നെഗറ്റീവ് അല്ല. നമുക്ക് ഹീൽ ചെയ്തിട്ട് ഒരാളുടെ ചിന്തകളെ വരെ മാറ്റാൻ പറ്റും. ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, വളരെ ഫേമസ് ആയ, ഞാൻ ആളുടെ പേര് പറയില്ല, ആളുടെ പ്രൊഫഷൻ പറയില്ല, ഒന്നും പറയില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ ഇന്നും അറിയില്ല അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുക. അതായത് അറിയാതെ ചെയ്തു പോയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ മറ്റൊരാളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുക. അയാളെ അല്ല ചെയ്തത്, പക്ഷേ അയാൾ വളരെ ഫേമസ് ആയ ആ ആളുമായി ബന്ധപ്പെട്ട് വളരെ പ്രശ്നത്തിൽ, അവരും അറിയുന്നില്ല ഇവരും അറിയുന്നില്ല. അതായത് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഒപ്പോടുകൂടി ഇയാളങ്ങ് രക്ഷപ്പെടും. ഇവരിത് ഒപ്പിട്ട് കൊടുക്കണമില്ല, അവർ വേറെ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഒരു വമ്പൻ ഡീൽ എൻ്റെ കയ്യിലുണ്ട്. ഒരാൾക്ക് ഒരാളുടെ ഒരു ഒപ്പ് കിട്ടിയാൽ ഒരു 5 കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന. അല്ല, ഞാൻ 3 ദിവസം ഹീൽ ചെയ്തിട്ട് അവരുടെ മൈൻഡ് മാറി അവർ ആ കേസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇത് കേട്ടാ മറ്റേ വേടനൊക്കെ വരും, വേടനെതിരേക്കുള്ള കേസുകൾ പിൻവലിക്കാൻ മനസ്സ് മാറ്റി തരുമോന്ന് ചോദിച്ചിട്ട്. സീരിയസ്ലി ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയോ? ചിന്ത എന്ന് പറയുന്നത് എനർജിയാണ്, തോട്ട് എനർജി അല്ലേ? നമ്മളിപ്പോ രോഹിത് ഒരാളെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചാൽ അയാളെ കാണാനും അയാളുടെ ഫോൺ കോൾ വരാനും മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ ഞാൻ വേടൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഇവിടെ കൺസൾട്ട് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ചിന്തകൾ മാറ്റിയിട്ട് കേസ് ഒഴിവാക്കി. പിന്നെ ഒരു 26 പേരുടെ ഫോട്ടോയും പേരും ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നുണ്ട്. അവരുടെ ചിന്തകളെ മാറ്റി നേരെയാക്കി ബാക്കിന്റെ പിള്ളേരുടെ നല്ല പിള്ളേരാണ്, കുറച്ചും കൂടി ഒന്ന് ഊർജ്ജസ്വലരാണ്. അല്ല, സീരിയസ്ലി ഞാൻ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഞാൻ ഒരു കാര്യം പറയാണ്.